ഒരു പേര് വരുത്തിയ പൊല്ലാപ്പിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകനായ ബിനു വാഴമുട്ടം. അഭയ കേന്ദ്രത്തിലെ അന്തേവാസികളായ കുട്ടികളെ മർദ്ദിച്ച ഓമല്ലൂരിലെ എലോഹിം വർഷിപ്പ് സെന്ററിന്റെ നടത്തിപ്പുകാരന്റെ അതേ പേരാണ് തനിക്കും എന്നതാണ് ബിനു വാഴമുട്ടത്തിന് പൊല്ലാപ്പായത്. കേസിലെ പ്രതിയായ പാസ്റ്റർ ബിനു വാഴമുട്ടവുമായ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ബിനു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പക്ഷെങ്കിൽ ആ പേര് കൊണ്ട് തന്നെ ഏറെ പ്രസക്തി ആർജിക്കുകയും ഇപ്പോൾ എയറിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ എൻ്റെ കൂടെ തന്നെ ദീർഘകാലം മാധ്യമപ്രവർത്തന രംഗത്തുള്ള 35 വർഷമായിട്ടുള്ള ബിനു വാഴമുട്ടമാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും ബിനു വാഴമുട്ടം എന്ന പേര് വെക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ആ സത്യസന്ധനായിട്ടുള്ള ആ പേരുകാരനെ നമ്മൾ കണ്ടുകൊണ്ടാണ്. ബിനു, ഇപ്പോൾ ഈ പേര് ഏറെ പൊല്ലാപ്പായിരിക്കുകയാണല്ലോ. പേര് ഒത്തിരി പൊല്ലാപ്പായിരിക്കുകയാണ്. അപ്പം പ്രസാദനൊക്കെ അറിയാം, നമ്മളൊക്കെ ഒരു 10-30 വർഷങ്ങൾ മുമ്പ് തൊട്ട് തന്നെ നിങ്ങളൊക്കെ എന്നെ അറിയപ്പെടുന്നത് ബിനു വാഴമുട്ടം എന്നുള്ള പേരിലാണ്. പക്ഷെ ഇപ്പോൾ ഒരു പാസ്റ്റർ, എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ അയൽവാസിയാണ്, ആ പേരെടുത്തുകൂടി സത്യത്തിൽ ഞാൻ എയറിലായിരിക്കുക. കാരണം ഞങ്ങളെല്ലാരും വിളിക്കുന്നത് ബിനുവിനെയാണ്. കാരണം ബിനു എത്ര പെട്ടെന്നാണ് ഈ മതം മാറി പാസ്റ്റർ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം വരുന്നത്. അത് ഒത്തിരി പേര് ചോദിച്ചു, ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ മതം മാറത്തില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരൊക്കെയാണ്. കാരണം 35 വർഷം മുമ്പ് പത്രങ്ങളിൽ ബൈലൈൻ പേര് വന്നാണ് ഞാൻ ബിനു വാഴമുട്ടം എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനുശേഷം എൻ്റെ അയൽവാസിയായിരുന്നു. ഞാൻ അത് അവനോട് ഞാൻ പറഞ്ഞത് ഈ പേര് എടുക്കരുത്, കാരണം ഞാൻ ഈ പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണെന്ന് പറഞ്ഞു. അപ്പം ആദ്യം അവൻ്റെ പേര് ബിനു ബാബു എന്നായിരുന്നു. പിന്നെ വാഴമുട്ടം ബിനു അവൻ ആദ്യം ഇട്ടു. പിന്നീടാണ് പെട്ടെന്നൊരു ദിവസം, ഒരു 15 വർഷമായി കാണും, മനോരമയിൽ പരസ്യം കൊടുത്തു, ഇങ്ങനെ പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന് പറഞ്ഞു. അന്ന് തൊട്ടാണ് ഈ ബിനു വാഴമുട്ടം എന്ന പാസ്റ്റർ പേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഇത്ര വർഷമായിട്ട് നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇപ്പൊ ഈ പേര് വന്നപ്പോൾ തന്നെ ഒരു പൊല്ലാപ്പായിട്ടുണ്ട്. ബിനുവിന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ബിനു കമന്റ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. യഥാർത്ഥ ബിനു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. യഥാർത്ഥ ബിനു ഞാൻ തന്നെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊരു 10 വർഷം മുൻപും ഞാൻ ഇതേപോലെ വീഡിയോ ഇട്ടിരുന്നു. ഇത് ഞാനല്ല എന്ന് പറയും. കാരണം ഒരു വീട്ടിൽ പോയി അതിക്രമിച്ച് കയറി നാട്ടുകാർ പിടികൂടി തല്ലുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പൊ പറയുന്ന ബിനു വാഴമുട്ടമാണെന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾ മാധ്യമങ്ങളെല്ലാം ആദ്യം ബിനുവിനെ തന്നെ വിളിച്ചു. ഒരു മോശമായ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഇട്ടു, ഇത് ഞാനല്ല എന്നുകൊണ്ട് ഇട്ടു. കാരണം അത് ഇടേണ്ട ഗതികേട്, സത്യം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനല്ല, ഇത് ബിനു എന്ന് പറയുന്ന ആള് ഞാനാണ് ഒറിജിനൽ എന്ന് പറയുന്ന ഗതികേട്, അങ്ങനെ പറയുന്നത് ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നതാണ്. കാരണം ഈ വന്നിരിക്കുന്ന ഒരു സംഭവം, പിന്നെ ഒപ്പം തന്നെ അതിനകത്ത് ഏറ്റവും വലിയ അത് മതം കലക്കി ഇപ്പൊ ഒരു വർഗീയ വിദ്വേഷത്തിലേക്ക് ആ പേരിനെ ഇട്ടു. വേറെ ഉപയോഗിക്കുന്ന പ്രശ്നമല്ല, പക്ഷെങ്കിൽ ഒരു വർഗീയ വിദ്വേഷത്തിലേക്ക് സമൂഹത്തിൽ വലിയൊരു ഭിന്നിപ്പിലേക്കും ആ പേരിനെ, ബിനു വാഴമുട്ടം പേരിനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ദോഷം തന്നെയല്ല, വിഷമവും. ഇത് കാണുന്ന കേരള വിഷന്റെ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർക്ക് യഥാർത്ഥത്തിലുള്ള ബിനു വാഴമുട്ടം ഇത് തന്നെയാണ്. ഇദ്ദേഹം കഴിഞ്ഞ 35 വർഷമായി സജീവമായി പത്തനംതിട്ടയിലെ മാധ്യമ രംഗത്തുണ്ട്. ഇപ്പോൾ മെട്രോ എന്ന് പറഞ്ഞ സ്വന്തമായ ഒരു ചാനലൊക്കെ അതിന്റെ ഉടമ കൂടിയാണ്. അപ്പം എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറാൻ കൂടിയാണ്. യഥാർത്ഥ ബിനു വാഴമുട്ടത്തെയാണ് ഞാൻ എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.